പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ ഭർത്താവിനെതിരെയുള്ള കേസ് റദ്ദാക്കാൻ സത്യവാങ്മൂലം നൽകി പരാതിക്കാരി യുവതി പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകിയത് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. ഭർത്താവിനെതിരെ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള യുവതിയുടെ വീഡിയോ ഇന്നലെ പുറത്തു വന്നിരുന്നു. കേസിന്റെ കുറ്റപത്രം 5 ദിവസത്തിനുള്ളിൽ നൽകും. കഴിഞ്ഞ മാസം 29-നാണ് പരാതിക്കാരി കേസ് റദ്ദാക്കാനുള്ള സത്യവാങ്മൂലം നൽകിയത്. യുവതി പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകിയതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. ഈ കേസിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ. ആ സൗന്ദര്യപ്പിണക്കം അവർ തീർത്തു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതൊരു സെറ്റിൽമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഗാർഹിക പീഡനക്കേസിൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം പരാതിക്കാരി പുറത്തുവിട്ടിരുന്നു. പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞ കാര്യങ്ങളിൽ കുറ്റബോധം തോന്നുന്നുവെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അങ്ങനെയെല്ലാം പറഞ്ഞതെന്നും യുവതി വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ കേസിന് കാരണമായതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആരോപിച്ചു. പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ഈ കേസ് ഇത്തരത്തിൽ പോയത്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ കോപ്പി അപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ. പരാതിക്കാരിയുടെ പരിക്ക് പറ്റിയ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇന്നേ ദിവസം വരെ പോലീസ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. അത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ പരാതികൾക്കും തെളിവുണ്ടെന്നും കുറ്റപത്രം ഉടൻ കോടതിയിൽ നൽകുമെന്നും പന്തീരാങ്കാവ് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 3-ാം തീയതി ഓഫീസിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ മകളെ 2 ദിവസമായി ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് നീണ്ട അവധിക്ക് അപേക്ഷിച്ചതായി അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് മകളെ കാണാതായതായി പരാതി നൽകുകയായിരുന്നുവെന്ന് യുവതിയുടെ പിതാവ്. മകളെ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും രാഹുലിന്റെ സമ്മർദ്ദം കാരണമായിരിക്കും മകൾ മൊഴി മാറ്റിയതെന്നും യുവതിയുടെ പിതാവ്. ആയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഇങ്ങനെ മൊഴി മാറ്റേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 164-ലും രാഹുലിന് എതിരായിട്ടല്ലേ അവൾ ഇപ്പോൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നതും മർദ്ദിച്ചു ഇന്നതൊക്കെ ചെയ്തു എന്നുള്ളതല്ലേ. തീർച്ചയായിട്ടും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്രതിഭാഗത്തിന് സത്യവാങ്മൂലം നൽകിയതിന് പിന്നാലെയാണ് യുവതി ആരോപണങ്ങളെല്ലാം കള്ളമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ പുറത്തുവിട്ടത്. കൊച്ചിയിൽ നിന്നും ശ്യാമപ്രസാദ് ഉത്തമനോടൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്.